നമസ്കാരം. ഇന്ത്യൻ സർക്കാർ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ്. ആ പ്രസ്താവനയിൽ പറയുന്നത്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റൈസി, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാൻ എന്നിവർ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ചു. അന്തരിച്ചവരോടുള്ള ആദരസൂചകമായി ഇന്ത്യ ഗവൺമെൻറ് 2024 മെയ് 21 ചൊവ്വാഴ്ച രാജ്യത്തുടനീളം ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ദുഃഖാചരണ ദിനത്തിൽ ദേശീയ പതാക പതിവായി പാറുന്ന എല്ലാ കെട്ടിടങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. കൂടാതെ അന്നേ ദിവസം ഔദ്യോഗിക വിനോദ പരിപാടികളും ഉണ്ടാകില്ല എന്നാണ്. ഇന്ത്യയുടെ ഈ നടപടി മികച്ചൊരു നയതന്ത്ര നീക്കമായി കൂടി വിലയിരുത്താം. കാരണം ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പ്രത്യേകിച്ച് മരണമടഞ്ഞ ഇറാൻ ഭരണാധികാരി ഇന്ത്യയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മികച്ച ബന്ധം പുലർത്തിയിരുന്നു. ചബഹാർ തുറമുഖ കരാർ യാഥാർത്ഥ്യമാവാൻ ചൈനയുടെ സമ്മർദ്ദത്തെ പോലും മറികടന്ന് ഇറാൻ ഇന്ത്യക്കൊപ്പം നിലയുറപ്പിച്ചിരുന്നു എന്നതും മറക്കരുത്. അതേപോലെ ഈ അടുത്ത നാളുകളിൽ പാകിസ്ഥാൻ സന്ദർശിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പാക് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാന ആവശ്യമായിരുന്നു സംയുക്ത പത്രസമ്മേളനം ഇരു നേതാക്കളും നടത്തുമ്പോൾ കശ്മീർ വിഷയം സംസാരിക്കണം എന്നുള്ളത്. എന്നാൽ ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാൻ്റെ ആവശ്യം നിഷേധിച്ചുകൊണ്ട് കശ്മീർ വിഷയം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിച്ചില്ല എന്നത് പാകിസ്ഥാന് അന്ന് വലിയ തിരിച്ചടിയായിരുന്നു. ഇന്ത്യയും ഇറാനെ പലപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ കയറി ഭീകരവാദ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചപ്പോൾ ഇന്ത്യ ഇറാനെ പിന്തുണച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞത്. ഇതുവരെ ദുഃഖാചരണം പ്രഖ്യാപിച്ച രാജ്യങ്ങളെടുത്താൽ ഇന്ത്യ, ലെബനൻ, പാകിസ്ഥാൻ, സിറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ്. ഇറാനെയും ഇസ്രയേലിനെയും ഒരേപോലെ സൗഹൃദ രാജ്യങ്ങളാക്കി കൊണ്ടുപോകുന്ന ഇന്ത്യൻ നയതന്ത്രം ഒരു തരത്തിൽ അത്ഭുതം തന്നെയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.